നസ്ർ ഹിസ്ബുള്ള ഒരു സാധാരണ ഭീകര സംഘടനയല്ല. ഇറാൻ ആത്മീയ പരിവേഷത്തോടുകൂടി ഇസ്ലാമിക അധിനിവേശത്തിന് വേണ്ടി സൃഷ്ടിച്ചെടുത്ത ഒരു സായുധ ആത്മീയ സംഘടനയാണ്. അതുകൊണ്ടാണ് ഹിസ്ബുള്ളയുടെ പരമാധികാരിയായ സയ്യദ് ഹസൻ നസറുള്ള പശ്ചിമേഷ്യയിൽ മുഴുവൻ ആരാധകരുള്ള ഒരു ആത്മീയ നേതാവായി വളർന്നത്. ഹസൻ നസറുള്ളയുടെ ആത്മീയ പരിവേഷവും വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ നിലപാടുകളുമാണ് വാസ്തവത്തിൽ പശ്ചിമേഷ്യയിൽ ഇത്രയേറെ സ്വാധീനമുണ്ടാക്കി കൊടുത്തത്. അതിബുദ്ധിമാനായ നസറുള്ള ഒരു കാരണവശാലും തൻ്റെ പോരാളികളെ കൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സമ്മതിക്കുമായിരുന്നില്ല. മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും ശത്രുവിൻ്റെ മുൻപിലേക്ക് നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന് വിശ്വസിച്ചിരുന്ന നസറുള്ള അതുകൊണ്ട് തന്നെ പ്രത്യേകം സുരക്ഷയോടുകൂടി പേജറും വാക്കി ടോക്കുകളുമൊക്കെ ഉണ്ടാക്കി തൻ്റെ ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഇസ്രയേൽ വൈദഗ്ധ്യത്തോടെ ആ വാക്കി ടോക്കികളിലും പേജറുകളിലും കടന്നു കയറി. ഒരു സുപ്രഭാതത്തിൽ അത് പൊട്ടിത്തെറിച്ചു. അതോടെ കുറച്ചുപേർ മരിച്ചു, കുറേയധികം ആളുകൾക്ക് പരിക്കേറ്റു. ഇസ്രയേലിന്റെ ലക്ഷ്യം പേജറുകൾ പൊട്ടിച്ചോ വാക്കി ടോക്കികൾ പൊട്ടിച്ചോ ഭീകരരെ കൊന്നൊടുക്കുകയായിരുന്നില്ല. മരിക്കുന്നവർ മരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് ഇസ്രയേൽ ഒരുക്കിയ ഒരു കെണിയായിരുന്നു. ഇസ്രയേൽ ലക്ഷ്യമിട്ടത് ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനം മുഴുവൻ തകർക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ലെബനനിലേക്ക് കടന്നു കയറി ആക്രമണം ആരംഭിച്ചത്. പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചിട്ടും ഇസ്രായേൽ സേന ലെബനനിൽ കടന്നു കയറി ആക്രമണം നടത്തിയിട്ടും ഹിസ്ബുള്ളയ്ക്ക് ബുദ്ധി ഉദിച്ചില്ല. ഹസൻ നസറുള്ളയെ കൃത്യമായി അവർ കണ്ടെത്തിയിരിക്കുന്നു. നസറുള്ളയുടെ ഓരോ നീക്കവും അവർക്കറിയാം. അതിനുവേണ്ടി അവരുടെ പ്രയത്നമുണ്ടാകുമെന്ന്. ഹിസ്ബുള്ളയെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അവസാന നിമിഷം ന്യൂയോർക്കിലേക്ക് പൊതുസഭയിൽ പങ്കെടുക്കാൻ പോയത്. ആ സമയത്ത് സുരക്ഷിതമാണ് എന്ന് കരുതി വോക്കി ടോക്കിയോ പേജറോ ഇല്ലാത്തതുകൊണ്ട് ആരുമായി സംസാരിക്കാൻ കഴിയാതിരുന്ന നസറുള്ള തൻ്റെ ഉറ്റ അനുയായികളെയും ഇറാന്റെ ഏജന്റിനെയും വിളിച്ചു ചേർക്കുകയാണ്. ഇറാൻ സൈന്യത്തിലെ ഏറ്റവും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരിൽ ഒരാളായ ജനറൽ അബ്ബാസ് നിൽഫോറൌസസ് ആയിരുന്നു നസറുള്ളയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. അവിടേക്കാണ് ഇസ്രായേൽ ബോംബിട്ടത്. ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരം ഇവിടെയാണെന്നോ ഇവിടെയാണ് നസറുള്ള താമസിക്കുന്നതെന്നോ ഹിസ്ബുള്ളയുടെ പോരാളികൾക്ക് പോലും അറിയുമായിരുന്നില്ല. ഒരു സാധാരണ റെസിഡൻഷ്യൽ ഏരിയയുടെ വളരെ അടിത്തട്ടിൽ ഏതാണ്ട് 50 മീറ്ററിൽ താഴെ തുരങ്കമുണ്ടാക്കിയായിരുന്നു നസറുള്ള സുരക്ഷിതമായി കഴിഞ്ഞിരുന്നത്. അതാണ് ഇസ്രായേൽ കണ്ടെത്തിയതും അവിടെ നിന്നും ഏറെ വൈകാതെ മാറിയേക്കും എന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഒട്ടും വൈകിക്കാതെ അത് തകർക്കാൻ തീരുമാനിച്ചതും. ഇസ്രായേലിന്റെ ഇന്റലിജൻസ് സംവിധാനം എത്ര വലുതാണെന്ന് ഓർക്കുക. ഏതാണ്ട് 80ഓളം ബോംബുകളാണ് ഒരേ സമയം ബങ്കർ ബസ്റ്റർ മിസൈൽ വഴി ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരത്തിന് മേൽ പതിച്ചത്. ഭൂമി പിളർന്നു മാറി 50 അടി താഴെ താമസിക്കുന്ന നസറുള്ളയും ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥനും അടക്കം 6 പേർ തൽക്ഷണം കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയിലെ പ്രധാനപ്പെട്ടവർ പോലും അറിയാതെ അതീവ സുരക്ഷിതമായി വളരെ കുറച്ചു പേരുടെ സംരക്ഷണയിൽ നസറുള്ളയുടെ ജീവൻ ഇസ്രായേൽ ബങ്കർ ബസ്റ്റർ കൊത്തിപ്പറിച്ചത് അങ്ങനെയാണ്. പേജറുകളും വാക്കി ടോക്കികളും തകർന്നിട്ടും ഇസ്രായേലിന്റെ ബുദ്ധിയെ മനസ്സിലാക്കാനോ അതിനുള്ള പരിഹാരം കണ്ടെത്താനോ ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞില്ല. പകരക്കാരനായി ഒരാൾ ചുമതലയേറ്റാലും ഭയം കൊണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല. കമ്മ്യൂണിക്കേഷൻ സംവിധാനമില്ല എന്നത് തന്നെയാണ് ഇവർ നേരിടുന്ന പ്രതിസന്ധി. എന്ന് മാത്രമല്ല, ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞങ്ങളുടെ ലക്ഷ്യം ഇസ്രായേലിന്റെ മുഴുവൻ ശത്രുക്കളുമാണെന്ന്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് 2 പ്രധാനപ്പെട്ട ശത്രുക്കൾ കൂടിയാണ്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഏതാണ്ട് 12ഓളം പ്രമുഖരായ ഹിസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടു. ഓരോ മേഖലകളുടെ ചുമതല വഹിച്ചിരുന്ന കമാൻഡർമാരും ബ്രിഗേഡിയർമാരുമാണ് കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് ഒരു ഹിസ്ബുള്ളയുടെ ഇസ്രായേൽ പ്രതിരോധത്തിന് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. നസറുള്ളയ്ക്ക് പകരക്കാരനായി ഹാഷം സഫിയുദ്ദീൻ ചുമതല ഏറ്റേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ പകരക്കാരന് എന്ത് ചെയ്യാൻ കഴിയും? കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊക്കെ തച്ചുടച്ച് ഹിസ്ബുള്ളയ്ക്ക് അനങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ അവശേഷിക്കുന്ന ശത്രുക്കളായ യാഹ്യ സിൻവറും അയത്തുള്ള ഖൊമേനിയും ഭയന്ന് ബങ്കറിൽ ഒളിച്ചിരിക്കുന്നത്. എവിടെ പോയി ഒളിച്ചാലും സുരക്ഷിതമല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. 1970-കൾ വരെ പശ്ചിമേഷ്യയിലെ ഏറ്റവും സമ്പന്നവും സ്വതന്ത്രവും ജനാധിപത്യപരമായിരുന്ന ഇറാനെ ഇസ്ലാമിക ഭരണത്തിന് കീഴിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ എല്ലാ ആധുനികതയും ഇല്ലാതാക്കിയ അയത്തുള്ള ഖൊമേനിയുടെ ജീവൻ എടുത്തേ ഇത് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ഇസ്രായേലിനറിയാം. അയത്തുള്ള ഖൊമേനിയെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇസ്രായേൽ സേന മുന്നേറുന്നതെന്നും
ഹമാസിന്റെ തലവൻ യാഹ്യ സിൻവറുടെ കാര്യത്തിൽ പിന്നെ പ്രത്യേക ചർച്ചയുടെ ആവശ്യമില്ല എന്നുമാണ് സൈന്യം തന്നെ പുറത്തു പറയുന്നത്. യാഹ്യ സിൻവറെ കൃത്യമായി വളഞ്ഞു വെച്ചിരിക്കുകയാണ്. യാഹ്യ പുറത്തിറങ്ങാൻ കാത്തിരുന്ന് മടുത്താൽ ഒരു ബങ്കർ ബസ്റ്ററിലൂടെ തകർക്കാൻ കഴിയുമെന്ന് അവർക്ക് ഉറപ്പാണ്. യാഹ്യ അതുകൊണ്ട് തന്നെ അഭയാർത്ഥികൾക്കിടയിൽ സ്ത്രീവേഷം ധരിച്ച് അഭയം തേടിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട്. പുതുതായി ചുമതലയേറ്റതിനു ശേഷം ഒരു പത്രക്കുറിപ്പ് പോലും ഇറക്കാൻ, ഒരു യോഗം വിളിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ഹമാസ് തലവനാണ് യാഹ്യ സിൻവർ. എന്നാൽ അയത്തുള്ള ഖൊമേനിയുടെ കാര്യം അങ്ങനെയല്ല. ഖൊമേനി ഇറാൻ എന്ന പരമാധികാര രാജ്യത്തിന്റെ സുപ്രീം ലീഡറാണ്. പ്രസിഡന്റൊക്കെ ആ രാജ്യത്തിനുണ്ടെങ്കിലും സൈന്യത്തിൻ്റെതടക്കമുള്ള ചുമതല വഹിക്കുന്നത് ഖൊമേനിയാണ്. ഇസ്ലാമിക ഭരണഘടന അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ആ ഖൊമേനിയെ തന്നെ തീർത്താൽ മാത്രമേ തങ്ങളുടെ ലക്ഷ്യത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയൂ എന്ന് ഇസ്രായേൽ തിരിച്ചറിയുമ്പോൾ പേടിച്ച് വിറച്ച് ഓടിയൊളിച്ചിരിക്കുകയാണ് ഖൊമേനി. ഖൊമേനി അതീവ സുരക്ഷിതമായ ബങ്കറിലേക്ക് മാറ്റി എന്ന് ഇറാനിയൻ വൃത്തങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങളോട് പറയുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ഇസ്രായേലിനെ തീർക്കൂ എന്ന് ആജ്ഞാപിക്കാനല്ലാതെ പുറത്തിറങ്ങാനുള്ള ധൈര്യം ഖൊമേനിക്ക് പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം കടുപ്പിക്കുമ്പോൾ, ലെബനനിൽ കടന്നു കയറി ബങ്കർ ബസ്റ്ററുകൾ വിക്ഷേപിക്കുമ്പോൾ തീർച്ചയായും അവരുടെ അടുത്ത ലക്ഷ്യം ഖൊമേനി തന്നെയാണ് എന്ന് തീർച്ച. അത് തിരിച്ചറിയാൻ ഇറാന് കഴിയുന്നുണ്ട്. ആരാണ് ശത്രു, ആരാണ് മിത്രമെന്ന് പോലും തിരിച്ചറിയാത്ത വിധത്തിൽ സകലതിനെയും ഭയന്ന് കഴിയേണ്ട സാഹചര്യത്തിലേക്ക് ഭീകരർ എത്തിയിരിക്കുന്നു. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത പോരാട്ടം വിജയിക്കുമെന്നുള്ള തീർപ്പിൽ തന്നെയാണ് അവർ. ഇതിനിടയിൽ ഒരു കാര്യവുമില്ലാതെ പണി ചോദിച്ചു വാങ്ങാൻ ഹൂത്തികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെയോ ഹമാസിന്റെയോ കെൽപ്പൊന്നുമില്ലാത്ത ഹൂത്തികൾ ഹിസ്ബുള്ളയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പകരക്കാരാകാൻ വേണ്ടി ഇറാൻ സൃഷ്ടിച്ചെടുത്തതാണ്. സൗദി അറേബ്യ ആയിരുന്നു ഹൂത്തികളുടെ പ്രധാന ശത്രുക്കൾ. സൗദിയിലേക്കുള്ള ബോംബ് വർഷം അവർ തൽക്കാലം അവസാനിപ്പിച്ചത് ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടം ഒരുമിച്ച് നിർത്താനാണ്. ചെങ്കടലിൽ അമേരിക്കൻ പടക്കപ്പൽ നിലയുറപ്പിച്ചതോടെ അവിടെ നടത്തിയിരുന്ന ഭീകരാക്രമണവും കപ്പൽ പിടിച്ചെടുക്കലുമൊക്കെ അവസാനിച്ചു. ഹൂത്തികൾ ഇന്നലെ ഒരു റിസ്ക് എടുത്തു. ഹൂത്തികൾ ഇറാന്റെ പാലസ്തീൻ 2 മിസൈൽ ഹൂത്തികൾ ഇന്നലെ മധ്യ ഇസ്രായേലിലേക്ക് പായിച്ചു. ടെല്ലവീവ് എയർപോർട്ടിന്റെ തൊട്ടടുത്തെത്തിയെന്നും അതേ സമയത്ത് തന്നെയായിരുന്നു അമേരിക്കയിൽ നിന്നും ഇസ്രായേലി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ലാൻഡ് ചെയ്തതെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ അതേക്കുറിച്ചൊരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. എന്നാൽ ആ മിസൈൽ ഇസ്രായേലിന്റെ അയൺ ഡോമുകൾ തകർത്ത് കളഞ്ഞു. എന്നാൽ ടെല്ലവീവിലേക്കും മധ്യ ഇസ്രായേലിലേക്കും ഹൂത്തികൾ മിസൈൽ വിട്ടത് അപകട സൂചനയായി ഇസ്രായേൽ കരുതുന്നു. ഹിസ്ബുള്ളയെ തീർത്താൽ പിന്നെ ഹൂത്തികൾ തന്നെയായിരിക്കും ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് വ്യക്തമാക്കുകയാണ് ഈ ആക്രമണം. ഒരു തരത്തിലും ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാതെ തങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തിയും ജനങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കാനുള്ള ഇസ്രായേലിന്റെ പോരാട്ടം തുടരുകയാണ്. ഭീകരത ഇല്ലാതാകാൻ ആഗ്രഹിക്കുന്ന സകല മനുഷ്യരും ഇക്കാര്യത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു. അതേസമയം ഗസയിലെയും ലെബനനിലെയും സാധാരണ മനുഷ്യർ എന്തു പിഴച്ചു എന്ന ചോദ്യം പ്രസക്തമാണ്. അവരുടെ ജീവൻ സംരക്ഷിക്കണമെങ്കിൽ, അവരെ പട്ടിണിയിൽ നിന്നും കരകയറ്റണമെങ്കിൽ ആദ്യം ഈ ഭീകര സംഘടനകളോട് ആയുധം താഴെ വയ്ക്കാൻ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് ആവശ്യപ്പെടേണ്ടിയിരിക്കുന്നു.